എപ്പോഴും പറയാൻ അത് തന്നെയാണ്. നിങ്ങൾ ആയുധങ്ങളുടെ ബലമനുസരിച്ച് ഇന്ത്യയെ വിലയിരുത്താൻ വരരുത്. ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മനോബലമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ ഏഴയലത്തെത്താൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീയൊക്കെ വെറും രാജ്യദ്രോഹികൾ മാത്രമാണ്. നീയൊക്കെ വലിയ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടല്ലോ, നീയൊക്കെ എന്തോ മറ്റേത് ചെയ്യും മറിച്ചത് ചെയ്യും എന്നൊക്കെ. നീയൊക്കെ അല്ല, നിന്റെ തന്ത വിചാരിച്ചാലും അല്ലെ നിന്റെയൊക്കെ തന്തയുടെ തന്ത വിചാരിച്ചാലും ഇന്ത്യയിൽ കയറി ഒരു പഴം ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നീയൊക്കെ ചെയ്തു. ആ ചെയ്തത് നമ്മുടെ ഈ സുരക്ഷാ സംവിധാനത്തിന് വന്നൊരു വീഴ്ചയാണ്. പക്ഷേ ഇനി ആ വീഴ്ച ഉണ്ടാവത്തില്ല എന്നുള്ളത് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ അതിൽ പരിക്കേറ്റ അല്ലെങ്കിൽ അതിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കുമെന്നും നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതുകൊണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പാകിസ്ഥാനിലെ മന്ത്രിമാരും പാകിസ്ഥാനിലെ ഈ തീവ്രവാദികളും കേൾക്കാനായിട്ടൊരു കാര്യം, എനിക്ക് ഉറുദു ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയുന്നു. വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിനക്കൊക്കെ അറിയാവുന്നവരോട് ചോദിക്കാം. നിൻ്റെയൊക്കെ അണ്ണാക്കിൽ പുഷ്പാഭിഷേകം നടത്താനായിട്ട് വെടിയുണ്ടകൾ ഉതിർക്കാനായിട്ട് ഞങ്ങളുടെ ടീം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യൻ നാവിക